ഓഫീസിലായാലും കോളേജിലായാലും ഇംഗ്ലീഷിൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്രേസസ് പഠിപ്പിച്ചു തരാം. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പ്രസൻറ്റേഷൻ്റെ സമയത്ത്. സോ നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനെ വെൽക്കം ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എവ്രിബഡി ആൻഡ് വെൽക്കം ടു മൈ പ്രസൻറ്റേഷൻ. മൈ നെയിം ഈസ് നീതു ഫ്രാൻസിസ്. ഐ ആം എ ജോബ് ടൈറ്റിൽ പറയാം അറ്റ് ഡാഷ് കമ്പനി. യു ക്യാൻ മെൻഷൻ യുവർ കമ്പനി. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്, പിന്നെ ഏത് യൂണിവേഴ്സിറ്റിയാണ്, അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അടുത്തത് നിങ്ങളുടെ ടോപ്പിക് ഓഫ് പ്രസൻറ്റേഷൻ പറയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: മൈ പ്രസൻറ്റേഷൻ ഫോക്കസസ് ഓൺ ഡാഷ്. നിങ്ങളുടെ ടോപ്പിക് എന്ത് ടോപ്പിക്കാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. അടുത്ത ഫ്രേസാണ് ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട്, ഓർ ടുഡേ ഐ വിൽ ബി പ്രസൻറ്റിംഗ് ഓൺ ദ ടോപ്പിക് ഓഫ്. അടുത്തത് നിങ്ങൾ പ്രസൻറ്റേഷൻ്റെ സ്ട്രക്ചർ പറയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഐ എം ഗോയിങ് ടു ലുക്ക് അറ്റ് അല്ലെങ്കിൽ ഡീൽ വിത്ത് 3 മെയിൻ പോയിന്റ്സ്. അടുത്ത ഫ്രേസാണ് ദ പ്രസൻറ്റേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ പാർട്സ്. അടുത്ത ഫ്രേസാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഫസ്റ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് ഡാഷ് ആൻഡ് ദെൻ ഐ വിൽ മൂവ് ഓൺ ടു ഡാഷ് ആൻഡ് ഫൈനലി ഐ വിൽ എക്സ്പ്ലെയിൻ. അടുത്ത ഫ്രേസ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഐ വിൽ ബിഗിൻ വിത്ത് ഈ ടോപ്പിക് ഫോളോഡ് ബൈ ഈ ടോപ്പിക് ആൻഡ് ഐ വിൽ എൻഡ് വിത്ത് ഈ ടോപ്പിക്. അടുത്തത് നിങ്ങൾക്ക് ടൈമിംഗ് പറയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: മൈ പ്രസൻറ്റേഷൻ വിൽ ടേക്ക് അബൌട്ട്. നിങ്ങൾ എത്ര മിനിറ്റ്സ് എടുക്കണ കാര്യം പറയാം. വിൽ ടേക്ക് അബൌട്ട് 30 മിനിറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം: ഐ വിൽ ബി സ്പീക്കിംഗ് ഫോർ അറൗണ്ട് ഡാഷ് മിനിറ്റ്സ് ടുഡേ. നിങ്ങൾക്ക് 30 മിനിറ്റ്സോ 20 മിനിറ്റ്സോ 25 മിനിറ്റ്സ് എന്ന് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം: ദ പ്രസൻറ്റേഷൻ ഷുഡ് ടേക്ക് അപ്രോക്സിമേറ്റ്ലി ഡാഷ് മിനിറ്റ്സ്. ഇപ്പോൾ ഓഡിയൻസിന് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ദെയർ വിൽ ബി പ്ലെൻറ്റി ഓഫ് ടൈം ഫോർ ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് മൈ പ്രസൻറ്റേഷൻ. അടുത്ത ഫ്രേസ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ദെയർ വിൽ ബി എ ഡെഡിക്കേറ്റഡ് ടൈം ഫോർ ക്വസ്റ്റ്യൻസ് വൺസ് ഐ ഫിനിഷ് ദ മെയിൻ പോയിൻറ്റ്സ്. ഓർ യു ക്യാൻ സേ: once I am done, I would love to hear your questions and feedback. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. അടുത്തതാണ് ബോഡി ഓഫ് പ്രസൻറ്റേഷൻ. സോ ബോഡി ഓഫ് പ്രസൻറ്റേഷൻ പറയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ബൈ ടെല്ലിങ് യു അല്ലെങ്കിൽ ഷോയിങ് യു. അടുത്തതാണ് ദ ഫസ്റ്റ് പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു അഡ്രസ് ഈസ്, ഓർ വി വിൽ സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ വിത്ത്, അല്ലെങ്കിൽ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ടോപ്പിക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയും? സോ ദാറ്റ് കവേഴ്സ് എവറിത്തിങ് ഐ വോണ്ട് ടു സേ അബൌട്ട്. ഓർ യു ക്യാൻ സേ ദാറ്റ് ബ്രിങ്സ് മീ ടു ദ എൻഡ് ഓഫ് ദിസ് സെക്ഷൻ. അല്ലെങ്കിൽ സോ ദാറ്റ് റാപ്സ് അപ്പ് എവറിത്തിങ് ഓൺ, ഓർ ദാറ്റ് കൺക്ലൂഡ്സ് മൈ ഡിസ്കഷൻ ഓൺ. നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പറയാൻ പോകുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ലെറ്റ്സ് ജംപ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ്, ഓർ the next point I would like to cover is. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം: നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ്, അല്ലെങ്കിൽ മൂവിങ് ഓൺ ടു. നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ ഗ്രാഫ്സ് അല്ലെങ്കിൽ ചാർട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ലൈക്ക് ദിസ്: ആസ് യു ക്യാൻ സീ ഓൺ ദിസ് ചാർട്ട്, ഓർ the data in this chart indicates that. എങ്കിൽ looking at this graph we can see, or one can observe from the graph that. ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ യു ക്യാൻ സേ ലൈക്ക് ദിസ്: allow me to provide a more in-depth explanation, അല്ലെങ്കിൽ let me expand upon this idea, or let me break this down for you. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓഡിയൻസിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ സേ ലൈക്ക് ദിസ്: going back to the point I raised in the first section, എങ്കിൽ this connects back to my earlier point about. Or you can say, as I mentioned earlier. ഇപ്പം നിങ്ങളുടെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: that concludes my presentation, or thank you for attention, that's the end of my presentation. അല്ലെങ്കിൽ let me briefly summarize what we covered. നിങ്ങളുടെ പ്രസൻറ്റേഷൻ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: before we finish, I would like to leave you with one final thought. Next, you are thanking and inviting to ask questions. So you can say like this:
Thank you very much for your attention and time. Or if you have any questions, I would be happy to answer them now. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രസൻറ്റേഷൻ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫ്രേസസ് യൂസ് ചെയ്യുക. സോ യു വിൽ സൗണ്ട് മോർ ഫ്ലുവൻറ്റ് ഇൻ യുവർ ലാംഗ്വേജ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് എവ്രി വൺ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക.